ഇങ്ങോട്ട് ഞാൻ അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. സുഖമില്ലാത്തല്ലേ? ആ നല്ലതാ, എപ്പോഴും വേണം കേട്ടോ. കത്തി മൂർച്ചയില്ല കേട്ടോ. തരുണേ, നിന്റെ രീതിയൊന്നും ശരിയല്ല കേട്ടോ. ഏത് നേരവും നീ അമ്മയുടെ സാരത്തുമ്പെ പിടിച്ച് ഇവിടെ കാണാലോ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അച്ഛാ ഞാൻ പഠിക്കുമായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എടാ 4 വർഷമായി നീ PSC എഴുതുന്നു. നിനക്ക് സർക്കാർ ജോലി കിട്ടുമെന്നും പറഞ്ഞ് 4 ലോണാണ് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് വരെ വല്ല പെൺമക്കളായിരുന്നെങ്കിൽ ഇപ്പം അവർ പഠിച്ച് ജോലിക്കും പോയി അവരെ കെട്ടിച്ചും വിട്ട് ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് സുഖമല്ലേ ഇരിക്കുമല്ലേ, അമ്മ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വന്നാണ് ഇവിടെ. അമ്മ വീണ്ടും വീട്ടൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് വീണ്ടും വയ്യാതെ ഉണ്ടല്ലോ. ഓ, അമ്മയെ കുറിച്ച് എന്താ വേവലാതി? എടാ ഞാൻ എപ്പോഴാ വീണു പോണേന്ന് അറിയില്ല. വയസ്സും പ്രായവും ഒക്കെ ആയി. നിന്റെ അമ്മയുടെ മരുന്നിന് തന്നെ എത്ര ചെലവെന്ന് നിനക്കറിയാമോ? ഇതൊക്കെ എവിടെന്നാ ഉണ്ടാക്കണേ? നിനക്ക് നല്ലൊരു ജോലി കിട്ടും, കല്യാണം കഴിക്കും, ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ കഴിയുന്നത്. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഉള്ള സേവിങ്സ് എടുത്ത് ഈ വീടൊക്കെ പുതുക്കി വെച്ചത്. ഞാൻ പോർഷനൊക്കെ തീർത്തച്ചാ. ഞാൻ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും ഞാൻ ജയിച്ചിരിക്കും, ഉറപ്പാണ്. ഇല്ലേ അമ്മേ? ഓ, കണ്ടാ മതി. എന്നാലും ഒന്നുകൂടി പോയി വായിക്കേ. വിഷമിക്കണ്ടാ, അച്ഛൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാ. അച്ഛനല്ലേ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കണത്, അതുകൊണ്ടാണ്. സാരല്ല അമ്മേ, നമ്മൾ പട്ടണി കിടന്ന് മരിക്കൊന്നുമില്ല അമ്മേ. ഷെഫാവുന്നാൽ എൻ്റെ സ്വപ്നമായിരുന്നു. ഈ നാട്ടുകാരും ബന്ധുക്കളെയും അച്ഛനാ കൂടി തന്നെ ഇങ്ങനെ ആക്കിയത്. ഈ PSC അല്ലെങ്കിൽ ഞാൻ വല്ല ഹോട്ടലിൽ ഷെഫായിട്ടും പോകും. അതിനൊന്നും അച്ഛൻ സമ്മതിക്കില്ലടാ. ആ മനുഷ്യന് നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാ. അച്ഛൻ ഞമ്മ അച്ഛൻ്റെ വിഷമം കൊണ്ട് പറയേണ്ടതാ. നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഹലോ, നീ എവിടെ? ആഴി ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓ, അച്ഛൻ വീട്ടിലില്ലായിരിക്കല്ലേ? അതെ, നീ കാര്യം പറയും. എനിക്കൊരു കല്യാണാലോചന വന്നു. നാളെ ചെക്കനും കൂട്ടരും വരുന്നുണ്ട് കാണാനായിട്ട്. വരട്ടെ, കണ്ടിട്ട് പോട്ടെ. ഇതിപ്പോ ഒരു ചായ കൊടുക്കുന്ന കേസല്ലേ, നിനക്ക് പിന്നെ സ്ഥിരമാണല്ലേ. തമാശ കളയരുൺ. ഞാൻ എന്തോരം പ്രഷർ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. നീ ഇത് അവിടെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ പിടിച്ചു നിന്നു. എടോ, ഞാൻ റെഡിയാണ്. ഞാൻ ഇതിൽ ഹോട്ടലിൽ ഷെഫായിട്ട് കയറാം. നീ റെഡിയാണോ? കളിക്കല്ലേ. എൻ്റെ അച്ഛൻ SI, അമ്മ സ്കൂൾ പ്രിൻസിപ്പൾ, അപ്പൂപ്പൻ വരെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഗവൺമെന്റ് വല്ല ഷെഫിന്റെ ജോലി കിട്ടുമോ നോക്ക്, എന്നാൽ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ടാവും. പിന്നെ നിന്റെ അമ്മായിപ്പനാണല്ലോ അവിടെ ഇരിക്കുന്നത്, ജോലി എടുത്ത് ചെയ്യാനെങ്കിൽ. ദേ അരുൺ, അടുത്ത എക്സാം കിട്ടിയേ പറ്റൂ. നീ അവിടെ റെസിപ്പി ട്രൈ ചെയ്യാതെ പോയി പഠിക്കാൻ നോക്ക്. അതൊക്കെ കിട്ടൂടി, ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ചായ ഇട്ട് വരുന്ന കോന്തരം എടുത്ത് കൊടുക്കാന്നുണ്ട്. ഇന്ന് നമുക്ക് തയ്യാറാക്കാം രുചികരമായ കോളിഫ്ലവർ ഫ്രൈ. വൃത്തിയാക്കിയെടുത്ത കോളിഫ്ലവറിൽ മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, ഒരു പിടി കുരുമുളകും ചേർക്കും. ചൂടായ എണ്ണയിലിട്ടാൽ നീ ഒരാണല്ലേടാ, പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ കുത്തിയിരുന്ന് മൊബൈലിൽ കുക്കറി ഷോയും കണ്ട അമ്മയുടെ പാവാടത്തൊമ്പിലും ചുറ്റി. ചേച്ചി, ആ കേറി വാശാരു. അനിയനെ പ്രമോഷനായി. അപ്പൊ അവൻ പ്രത്യേകം പറഞ്ഞ് ഇവിടെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് തരണേന്ന്. സന്തോഷ വാർത്തയാണല്ലോ. അവൻ സർവീസിൽ കയറിയിട്ട് അധികം ആയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ചേച്ചി, പക്ഷെ അവൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര നാൾ ഊണും ഉറക്കവും ഇല്ലാതെയാ. അങ്ങനെയാണ് സുമതി ആൺപിള്ളേര്. അല്ലാതെ 10-28 വയസ്സായിട്ടും കണ്ട കോമഡി ഷോയും കുക്കറി ഷോയും ഒക്കെ കണ്ട് ചുമ്മാ കറങ്ങി നടന്ന സമയങ്ങളിലല്ല. രാജീവേട്ട ഇത് ആരുടെ കാര്യാ പറയുന്നേ? എൻ്റെ വീട്ടിലെ വാഴയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല അരുണേ, നിനക്ക് കഴിഞ്ഞ എക്സാമിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നല്ലോ. എന്തായി നിന്റെ കാര്യം? പ്രതീക്ഷ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ സാരു, പ്രയത്നിക്കാൻ കൂടി വേണ്ടേ? ഇതിപ്പോ ഞങ്ങളുടെ രണ്ടുപേരെയും കണ്ടടഞ്ഞാലും ഇവനൊരു പരീക്ഷ ജയിക്കുകയോ ഒരു ജോലിക്ക് കയറുകയോ ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ദേ അരുണേ, പ്രായം കയറി പോവുകയാണ്. നീയാണെങ്കിൽ എത്ര നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു. കോളേജിലും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ +2 പഠിക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയത്. എവൻ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ട് അവൻ പഠിച്ച് ജയിച്ചത്. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ശരിക്കും സങ്കടമാടാ. എങ്ങനെയെങ്കിലും പഠിച്ച് PSC എഴുതി എടുക്കാൻ നോക്ക്. പിന്നെ ചേച്ചി, അവൻ ഇത്തവണ ലീവിന് വരുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ വരുന്നുണ്ടോ അവൻ? ആ ചേച്ചി, അവന് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. പെങ്കൊച്ച് ഡോക്ടറാ. അപ്പം എന്തായാലും എല്ലാം ഒന്ന് നോക്കി അവിടം വരെ ഒന്ന് പോകണമല്ലോ. അതനുസരിച്ച് അവൻ വരും. എന്നാൽ ശരി ചേച്ചി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. നീ അവിടെ തന്നെ നാണം ഉണ്ടോടാ നിനക്ക്? പറഞ്ഞത് കേട്ടോ നീ? ഓരോരോ ആൺപിള്ളേര് പഠിച്ച് ജോലിക്ക് കയറി കല്യാണം കഴിക്കാൻ പോകുന്നു. എൻ്റെ മോനോ ഇവിടെ ഇങ്ങനെ വെച്ചുണ്ടാക്കി കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. ആ, പിന്നൊരു കാര്യമുണ്ട്, നീ വെച്ചുണ്ടാക്കും, നിന്റെ ഭാര്യ ജോലിക്ക് പോകും, അല്ലേ? അച്ഛൻ്റെ പ്രശ്നം എന്താണ്? 24 മണിക്കൂർ ബുക്ക് നോക്കി പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഓ, ഞങ്ങൾ കാരണമാണല്ലോ നിനക്ക് ജോലി ആകാത്തത്.
അല്ലാതെ നിന്റെ കഴിവുകേടൊന്നും അല്ല. എന്തിനാ എപ്പോഴും ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ നന്നായി പഠിക്കുന്നൊക്കെയുണ്ട്. നീ വാ മോനെ, ആഹാരം കഴിക്കാം. ചെല്ലടി, ചെന്ന് നിന്റെ പുന്നാര മോനെ ഊട്ടിക്കൊടുക്ക്. അല്ല, അത് മാത്രമല്ല ഇവിടെ നടക്കുന്നുള്ളൂ. അവിടെ വന്നേ. നീ എന്താ എക്സാമിനെ കുറിച്ചൊന്നും പറയാതെ പോകുന്നു? മച്ചാ അത് ടോയ്ലറ്റിൽ പോകാനായിട്ട്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നോ? ഇവിടെ ഇരുന്ന് പഠിച്ച് പറിച്ച പുസ്തകമൊക്കെ തീർത്തല്ലോ, നല്ല ആത്മവിശ്വാസമായിരുന്നല്ലോ, എന്നിട്ട് കുഴപ്പമില്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ടാ, എന്നാലും ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല, അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഹോ, അപ്പൊ ഇത്തവണയും കിട്ടൂല? അതൊക്കെ കിട്ടുവച്ച, നല്ല വിശപ്പ്, ഞാൻ പോയി കഴിക്കട്ടെ. ഇത്തവണയും കിട്ടിയില്ലെങ്കിലേ നീ ആ ദാമുവിന്റെ കൂടെ കെട്ടറമണിക്ക് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ആ പോണേ പോവാ. പക്ഷെ എന്ത് പറഞ്ഞാലും തർക്കുത്തരം. വെറുതെ അല്ല ഇവൻ നന്നാവാത്തത്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ദുരിതം പഠിച്ച ജീവിതം. എടാ നീ വിഷമിക്കാതെ, നമുക്ക് അടുത്ത എക്സാം നോക്കാം. ഇങ്ങനെ നോക്കി നോക്കി എൻ്റെ 4 വർഷം പോയടാ. ഞാൻ എങ്ങനെ വീട്ടിൽ പോയി കയറും? അച്ഛനെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കാൻ വയ്യ. നീ ഇങ്ങനെ തളരാതെ, എന്തൊക്കെയാണ് നീ ശ്രമിക്കുകയില്ലേ? എനിക്ക് വയ്യടാ. നീ കുപ്പി എടുക്കുക, നോക്കാൻ അടിക്കാം. എടാ പൊട്ടാ, നീ എന്തൊക്കെയാണ് വിളിച്ച് പറയണത്? ഇതൊക്കെ മാറും, നീ വെയിറ്റ് ചെയ്യും. ഓടാ, നിനക്ക് പറയാം, നിന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു കുടുംബം നിനക്കുണ്ട്. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ എനിക്ക് എടുത്താൽ. ഞാനെല്ലാം പഠിച്ചാണ്ടാ. ഞാനൊരു ദുരന്തമായതുകൊണ്ട് പിന്നെയും പിന്നെ ഇത് തന്നെ അവസ്ഥ. അരണേ, ഇന്നായിരുന്നല്ലോ റിസൾട്ട്? അതെ. എന്നിട്ട് നിന്റെ കോളൊന്നും ഇതുവരെ വന്നില്ലല്ലോ. എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്ന? കിട്ടിയില്ല. അതല്ലെങ്കിൽ നീ പാസ്സാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റാത്ത പണിയാടാ. അരുൺ, എക്സാം കിട്ടിയില്ലല്ലേ? ഇല്ല. നിന്റെ കോള് വരാതിരുന്നപ്പം തന്നെ ഞാൻ ഊഹിച്ചു. നീ ഇപ്പം എന്തിനാ വിളിച്ചേ? നീയും കുറ്റം പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് ചോദിക്കുക, കുഴപ്പമില്ല. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എന്ന് വെച്ചാ നീ ഓക്കെ പറഞ്ഞോ? ആ പറഞ്ഞു. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരവും ഇല്ല. ഞാൻ ഒരാളെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഇല്ലാതെ വീട്ടിൽ സമ്മതിക്കുകയില്ല. ഓ, വലിയ ഓഫീസറല്ലേ, നീ അവരൊക്കെ അത്രയും പ്രതീക്ഷിക്കും. സോറി അരുൺ, എനിക്ക് വേറെ വഴിയില്ല. ടേക്ക് കെയർ, ബൈ. മോനെ, നിന്നെ ഇങ്ങനെ കാണാൻ വയ്യടാ. അച്ഛൻ്റെ മുഖം കാണാതിരിക്കാനാ നീ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നതെന്ന് അറിയാം. എന്നാലും ഞാൻ നിന്റെ അമ്മയല്ലേടാ. ഇങ്ങനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. പ്രതീക്ഷ എൻ്റെ വർഷങ്ങൾ കുറേ പോയി. എൻ്റെ പ്രതീക്ഷയും എന്നെ സ്നേഹിച്ച ആൾക്കാരുടെ പ്രതീക്ഷയെല്ലാം ഞാൻ തകർത്തില്ല. സാരമില്ലടാ, എന്നും ജയിച്ചു മാത്രം പോകാൻ പറ്റില്ലല്ലോ. ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവുമ്പോഴാ ജീവിതം പൂർണ്ണമാകുന്നത്. ഇന്ന് തോറ്റെന്ന് കരുതി എന്നും തോക്കണമെന്നൊന്നും ഇല്ല. അങ്ങനെ കരുതിയാലാ നീ ജീവിതത്തിൽ തോൽക്കുന്നത്. ഈ സമയം തിരിച്ചറിവിൻ്റെതാ. പ്രയാസത്തിൻ്റെ സമയത്ത് നിന്റെ കൂടെ ഉള്ളവരൊക്കെ അവസാനം വരെ നിന്റെ കൂടെ കാണും. പിന്നെ അച്ഛൻ്റെ വിഷമം അത് കാര്യാക്കണ്ട. പക്ഷേ നിന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, അത് അച്ഛനെ കൂടുതൽ തളർത്തുന്നുണ്ട്. ഞാൻ കാരണം അച്ഛന് അതൊക്കെ അങ്ങ് മാറും. മോൻ ഇനിയും പഠിക്കണം. പഠിച്ച് മടുപ്പാകുമ്പോൾ എന്തെങ്കിലും ബിസിനസ്സോ വല്ലതും ചെയ്യാം. ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വല്ല വഴിയോര തട്ടുകടയോ അങ്ങനെ എന്തെങ്കിലും ഇടാലോ. അമ്മേ, മോനൊന്നും ചിന്തിക്കണ്ട. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് മോനെക്കുറിച്ച് നല്ല കോൺഫിഡൻസാ. മോൻ മുന്നേറും. സുമതി അമ്മേ, ഒരു കാര്യം അറിഞ്ഞു? എന്താ മോനെ? എനിക്ക് 2 ഹാപ്പിനെസ് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ അരുണിന്റെ കടയിലേക്ക് ഒരു ബൾക്ക് ഓർഡർ കിട്ടി. അവന്റെ സ്പെഷ്യൽ സ്നാക്സ് ഇല്ലേ, അത് ദുബായിലേക്ക് കയറ്റിയേക്ക് ഒരു ബൾക്ക് ഓർഡർ. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു. തീർന്നിട്ടില്ല. പിന്നെ നമ്മുടെ അരുൺ ലാസ്റ്റ് എക്സാം ഇല്ലേ, അതിനൊരു ഫസ്റ്റ് റാങ്ക് ഉണ്ട്. സത്യമാണോ നീ പറയുന്നത്? അതെ അങ്കിളെ, റിസൾട്ട് എന്റെ ഫോണിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്നേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്. അതല്ലെങ്കിലും എനിക്ക് അറിയായിരുന്നടി. അവരാരുടെ മോനാ? എന്റെ മോനല്ലേ? ചേച്ചി, മോന് ജോലി കിട്ടിയതിന്റെ പൈസ ഇപ്പോഴാണോ കൊണ്ടുവരുന്നേ? ഒരുപാട് ലേറ്റ് ആയല്ലോ. ഇത് അതിനൊന്നും അല്ല. അവനാ ജോലിക്കൊന്നും പോയില്ല. ജോലിക്ക് പോയില്ലേ? അവൻ എന്തിനാ ഇപ്പം ജോലി? അവന്റെ 5ാമത്തെ കടയുടെ ഇനാഗ്രേഷനാ നാളെ. ഇത് അതിന്റെ പൈസ. എന്നാലും ഗവൺമെന്റ് ജോലിയൊക്കെ കളഞ്ഞിട്ട്. അവന്റെ അച്ഛനാ പറഞ്ഞത് അത് ജോലിക്ക് പോകണ്ടെന്ന്.
അവൻ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അവന്റെ സന്തോഷമല്ലേ ഞങ്ങൾക്ക് വലുത്.